മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത്, പ്രിയപ്പെട്ട അഭിനേതാവ്, സംവിധായകൻ. അദ്ദേഹം കൈവച്ച സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച ഒരുപക്ഷെ ഒരേ ഒരു ചിത്രകാരൻ, ഒരേ ഒരു സിനിമാക്കാരൻ അദ്ദേഹം തന്നെയായിരിക്കും എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ആദരപൂർവമായ ഒരു യാത്രയായിട്ട് അദ്ദേഹത്തിന് മലയാളം നൽകുന്നു എന്ന് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു യാത്രയായപ്പോൾ നമുക്ക് കുടുംബാംഗങ്ങളടക്കം ആയി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ ചടങ്ങുകൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സജിത്ത, വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്ന. കുടുംബാംഗങ്ങളെ മാത്രമായിട്ട് ഈ ഒരു അവസരത്തിലേക്ക് ഇവിടേക്ക് ചുരുക്കിയെങ്കിലും അതിൻ്റെ ഇടയിലും ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ടാണ് ഇത് നിയന്ത്രിക്കുന്നത്. കാരണം വലിയ തിരക്കിലേക്ക് ഇവിടെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതിനിടയിൽ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സൗകര്യവും സാഹചര്യവും ഒരുക്കണം. അതാണ് ഇപ്പോൾ നിർദ്ദേശം നൽകുന്നത്. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള ഒരു സാഹചര്യം ഇവിടെ വേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന നിർദ്ദേശവും അവർ നൽകുന്നു. പക്ഷേ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. ഈ ചിതയുടെ ഭാഗത്ത് ഉള്ളത്. പലരും, നിരവധി ആളുകൾ ഇവിടേക്ക് വീണ്ടും എത്തുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് പോലീസ് ഉണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ വളരെ വേണ്ടപ്പെട്ടവർ മാത്രം ഇവിടെ തുടർന്നാൽ മതിയെന്ന് പലതവണയായി ആവർത്തിച്ച് നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിൽ കൂടിയും അത് കണക്കാക്കുന്നില്ല. പലരും ഇവിടെ കൂടി നിൽക്കുന്നത് തന്നെയാണ് പോലീസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഏതായാലും ഇപ്പോൾ അത് ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. നിയന്ത്രണങ്ങൾ ഒരു പരിധിവരെ നടപ്പാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ ചിതയിലേക്ക് അടുത്തിരിക്കുന്നു. ഇനി ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞവർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ചിതയിലേക്ക് വെച്ചിരിക്കുന്നു. അന്ത്യകർമ്മങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ്. മൃതദേഹം അല്പസമയത്തിനുള്ളിൽ ചിതയിലേക്ക് അടുക്കും. നമ്മൾ കാണുന്നത് പോലെ ക്രമീകരണങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ ആണ്. ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ചടങ്ങുകൾ വേഗത്തിൽ പൂർത്തിയാക്കിയാണ്. വലിയ ആൾക്കൂട്ടമാണ്. നേരത്തെ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ എന്ന മഹാനടന്, ചലച്ചിത്ര പ്രവർത്തകന്, മനുഷ്യ സ്നേഹിക്ക് കേരളം വിട നൽകുക. തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ.
ശ്രീനിവാസൻ്റെ മൃതദേഹം ചിതയിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി അവസാനഘട്ട അന്ത്യകർമ്മങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷം ചിതയിലേക്ക് തീ പകരും.